എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPLലെ 50ാമത് മത്സരത്തിൽ ജയ്പൂരിൽ നടന്ന മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടത്തിൽ മുംബൈ 100 റൺസിന്റെ വമ്പൻ ജയമാണ് നേടിയത്. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ റയാൻ റിക്കൽട്ടന്റെ 61ന്റെയും രോഹിത് ശർമ്മയുടെ 53ന്റെയും സൂര്യകുമാർ യാദവിന്റെയും ഹാർദിക് പാണ്ഡ്യയുടെയും 48 റൺസിന്റെയും തകർപ്പൻ ബാറ്റിംഗ് കരുത്തിൽ 20 ഓവറിൽ 217 എന്ന സ്കോർ നേടി. മറുപടി ബാറ്റിംഗിൽ രാജസ്ഥാൻ 16.1 ഓവറിൽ 117 എന്ന നിലയിൽ തകർന്നടിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ 35 ബോളിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി ഇന്ന് ഡക്കിൽ പുറത്തായത് ആരാധകർക്ക് വലിയ ഞെട്ടലായി. ജസ്പ്രീത് ബുംറയുടെ മാരക ബൌളിംഗും ദീപക് ചഹറിന്റെ ആദ്യ പന്തിലെ വിക്കറ്റും രാജസ്ഥാനെ തകർത്തു. ഈ തോൽവിയോടെ രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ അവസാനിച്ചു. ഈ കനത്ത തോൽവിക്ക് ശേഷം രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരം വൈഭവ് സൂര്യവംശി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: ആദ്യമേ മുംബൈ ഇന്ത്യൻസിന് അഭിനന്ദനങ്ങൾ. അവർ ഇന്ന് ഞങ്ങളെ എല്ലാ മേഖലയിലും മറികടന്നു. രോഹിത് ഭായിയും റിക്കൽട്ടനും തുടക്കത്തിൽ തന്നെ മത്സരത്തിന്റെ ഗതി മാറ്റി. പിന്നെ സൂര്യഭായിയും ഹാർദിക്കും ഞങ്ങളുടെ ബൌളർമാർക്ക് ഒരു അവസരവും തന്നില്ല. എന്റെ ഭാഗത്തു നിന്നും ഞാൻ ഇന്ന് ടീമിനെ നിരാശപ്പെടുത്തി. ആദ്യ ഓവറിൽ തന്നെ പുറത്തായത് അത് എനിക്ക് വലിയൊരു പാഠമാണ്. ദീപക് ചഹർ ഒരു മികച്ച ബോൾ എറിഞ്ഞു. ഞാൻ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചു, പക്ഷേ വിൽ ജാക്സിന്റെ ക്യാച്ച് അത് അവിശ്വസനീയമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്തിനെതിരെ ഞാൻ ഒരു നല്ല ഇന്നിംഗ്സ് കളിച്ചിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് ആ താളം കണ്ടെത്താനായില്ല. ഞങ്ങളുടെ ബാറ്റിംഗിൽ ആദ്യ 6 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടമായപ്പോൾ 218ന്റെ ടാർഗറ്റ് വളരെ ദൂരെയായി. യശസ്വി ഭായി, റിയാൻ ഭായി എല്ലാവരും ശ്രമിച്ചു, പക്ഷേ ബുംറ ഭായിയുടെ ബൌളിംഗ് അത് ഞങ്ങളെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കി. ബൌളിംഗിൽ ഞങ്ങൾ ആദ്യം കുറച്ച് റൺസ് വിട്ടുകൊടുത്തു. ഫീൽഡിംഗിൽ 1-2 ക്യാച്ച് മിസ്സുകൾ ഞങ്ങളെ പിന്നോട്ടടിച്ചു. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് സഞ്ജു ഭായി ഇല്ലാത്തത്. അത് ഞങ്ങൾക്ക് വലിയൊരു കുറവായിരുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിംഗും ടീമിനെ ഒരുമിച്ച് നയിക്കുന്ന രീതിയും ഞങ്ങൾക്ക് ഇന്ന് വളരെ മിസ് ചെയ്തു. റിയാൻ ഭായി ക്യാപ്റ്റനായി നല്ല ശ്രമം നടത്തി, പക്ഷേ സഞ്ജു ഭായിയുടെ അനുഭവം ഞങ്ങൾക്ക് ഒരു വലിയ ശക്തിയാണ്. എനിക്ക് ഇത് ഒരു വലിയ പഠന അനുഭവമാണ്. 14 വയസ്സിൽ IPLൽ കളിക്കാൻ അവസരം കിട്ടിയത് തന്നെ ഒരു സ്വപ്നമാണ്. ഞാൻ ഇന്ന് പരാജയപ്പെട്ടു, പക്ഷേ ഇതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിക്കും. ദ്രാവിഡ് സാറും വിക്രം സാറും എന്നോട് പറഞ്ഞത് നിന്റെ ഗെയിം നീ വിശ്വസിക്കൂ, പരാജയങ്ങൾ വരും, പക്ഷേ അതിൽ നിന്ന് ഉയർന്നു വരണം എന്നാണ്. ആരാധകർക്ക് ഒരുപാട് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനമാണ്. ഈ സീസൺ ഞങ്ങൾക്ക് കഠിനമായിരുന്നു, പക്ഷേ ബാക്കി മത്സരങ്ങളിൽ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്നും വൈഭവ് വ്യക്തമാക്കി. എന്തായാലും മുംബൈ മികച്ച ഒരു പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. തോറ്റുകൊണ്ട് തുടങ്ങിയ ദൈവത്തിന്റെ പോരാളികൾ ഇപ്പോൾ അങ്ങനെ ഒന്നാമതെത്തി. എന്തായാലും കാത്തിരുന്നു കാണാം ഈ സീസൺ കപ്പ് ആർ തൂക്കും എന്നറിയാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ സീസണിൽ ആരായിരിക്കും കപ്പ് സ്വന്തമാക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.